നെയ്മറിന്റെ പകരക്കാരനായിട്ട് വിനീഷ്യസിനെ കാണാമെന്ന് പറഞ്ഞാൽ അത്ര ഞാനത് വിശ്വസിക്കില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരൻ തന്നെയാണ് നെയ്മർ എന്ന് പറഞ്ഞത്. കാരണം ബ്രസീലിന് നല്ല അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത കളിക്കാരനാണ്. വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളൂ. ഇപ്പം വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ലോകകപ്പിലൊക്കെ നല്ല സ്ട്രൈക്കറായിട്ട് തിളങ്ങുന്നുണ്ട്. പക്ഷേ നെയ്മറിന് പരിക്ക് കുടുങ്ങിയിട്ടാണ്. നെയ്മർ ബ്രസീലിന് നെയ്മർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും ബ്രസീലിൻ്റെ കളി പിന്നെ ഗതി മാറ്റാൻ കഴിവുള്ള കളിക്കാരനാണ് നെയ്മർ എന്ന് പറഞ്ഞത്. നെയ്മറും വിനീഷ്യസും ഒരേ മാതിരി എത്തുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നെയ്മറെ സംബന്ധിച്ച് പിന്നെ ബ്രസീലിന് മുതൽക്കൂട്ടാണ്. പക്ഷെ പരിക്കിന് വിധനായിട്ട് രാജ്യത്തെപ്പോഴും നെയ്മറിന് കളിക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. കാരണം ക്ലബിലൊക്കെ പരിക്ക് കുടുങ്ങിയാളാണ് നെയ്മറിന്. പക്ഷേ നെയ്മർ വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ കോപ്പ അമേരിക്കയിൽ അങ്ങനെയാണ്. പക്ഷേ നെയ്മറിനെ സംബന്ധിച്ചൊരു ഇറങ്ങാൻ കഴിയില്ല. ഇറങ്ങി കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ ഗതി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിനീഷ്യസ് സ്ട്രൈക്കറാണ്. അതിന് ബോൾ എത്തിച്ചു കൊടുക്കാൻ ആളും വേണം. മന്തിരിയുടെ കുറച്ച് വീക്കുണ്ട്. അപ്പോൾ നെയ്മർ എത്തിക്കഴിഞ്ഞാൽ വിനീഷ്യസിന് ബോൾ കിട്ടുള്ളൂ. ഏത് സമയത്തും ഗതി മാറ്റാൻ കഴിവുള്ള കളിക്കാരനാണ് നെയ്മർ എന്ന് പറഞ്ഞത്. അതുപോലെ നെയ്മറിനെ എൻ്റെ മുകളിൽ വിനീഷ്യസ് പോകുന്നുള്ള എനിക്ക് വിശ്വാസമില്ല. അത് പ്രയാസമായിരിക്കും. കളിക്കാരൻ നെയ്മർ തന്നെയാണ്. വിനീഷ്യസ് സ്ട്രൈക്കറായിട്ട് പല ഫോമിലാണ്. പക്ഷേ നെയ്മറിനെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മറികടക്കുന്ന ഒരു കളിക്കാരനാണ് എനിക്ക് തോന്നുന്നില്ല.